നമസ്കാരം. ന്യൂസ് ചാനൽസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ജില്ലയുടെ പുതിയ കളക്ടറായി ഷാജി വി നായർ ചുമതലയേറ്റു. 2018 ബാച്ചിൽ നിന്നുള്ള IAS ഉദ്യോഗസ്ഥരാണ് 60ാമത് ആലപ്പുഴ ജില്ലാ കളക്ടറായി തിങ്കളാഴ്ച ചുമതലയേറ്റത്. ആലപ്പുഴയിൽ വൻ മയക്കുമരുന്ന് വേട്ട. വ്യാവസായിക അളവിൽ രാസലഹരിയുമായി 2 യുവാക്കൾ പിടിയിൽ. ആലപ്പുഴ ആറാട്ടുപടി സ്വദേശികളായ അൻഷാദ്, അർഷാദ് എന്നിവരാണ് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിന്റെ പ്രത്യേക പരിശോധനയിൽ പിടിയിലായത്. സ്കൂൾ തുറക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സ്കൂൾ പരിസരത്തെ നടപ്പാലത്തിന്റെ അപകടസ്ഥിതി പരിഹരിക്കാനോ പാലത്തിലേക്ക് കടപുഴകി വീണിട്ടുള്ള തേക്കുമരം മുറിച്ചു മാറ്റാനോ അധികൃതർ തയ്യാറാകാത്തതിൽ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാകുന്നു. AD തോമസ് MLAയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസും ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപിൽ തങ്ങൾക്കേറ്റ മർദ്ദനവുമായി ബന്ധപ്പെട്ട മൊഴി നൽകി. വാർത്തകൾ വിശദമായി. ജില്ലയുടെ പുതിയ കളക്ടറായി ഷാജി വി നായർ ചുമതലയേറ്റു. 2018 ബാച്ചിൽ നിന്നുള്ള IAS ഉദ്യോഗസ്ഥരാണ് 60ാമത് ആലപ്പുഴ ജില്ലാ കളക്ടറായി തിങ്കളാഴ്ച രാവിലെ ചുമതലയേറ്റത്. നേരത്തെ ജലഗതാഗത വകുപ്പ് ഡയറക്ടറായി 10 വർഷത്തിലധികം ആലപ്പുഴയിൽ പ്രവർത്തിച്ച പരിചയവും ഷാജി വി നായർക്കുണ്ട്. ന്യൂസ് ചാനൽ തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. ജില്ലയുടെ 60ാമത് കളക്ടറായി കോട്ടയം സ്വദേശിയായ ഷാജി വി നായർ തിങ്കളാഴ്ച രാവിലെ ചുമതലയേറ്റു. കളക്ടറേറ്റിൽ നടന്ന ചടങ്ങിൽ ഔദ്യോഗികമായി ചുമതലകൾ ഏറ്റെടുക്കുകയായിരുന്നു. കേരള കേഡറിലെ 2018 ബാച്ച് IAS ഉദ്യോഗസ്ഥനായ ഷാജി വി നായർ കൊച്ചിൻ സ്മാർട്ട് മിഷൻ ലിമിറ്റഡിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു. ഇപ്പോൾ സംസ്ഥാന ജലഗതാഗത വകുപ്പ് ഡയറക്ടർ, കൊച്ചി മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി CEO തുടങ്ങിയ അധിക ചുമതലയും വഹിച്ചു വന്നിരുന്നു. ജലഗതാഗത വകുപ്പ് ഡയറക്ടർ എന്ന നിലയിൽ 10 വർഷത്തിലധികം ആലപ്പുഴ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുള്ള പരിചയസമ്പത്തുമായാണ് അദ്ദേഹം ജില്ലയുടെ അമരത്തേക്കെത്തുന്നത്. ചുമതലയേറ്റ ശേഷം കളക്ടറേറ്റിലെ വിവിധ വകുപ്പ് മേധാവികളുമായും ഉദ്യോഗസ്ഥരുമായും പ്രാഥമിക കൂടിക്കാഴ്ച നടത്തി. മഴക്കാലത്ത് ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുക, പുതിയ അധ്യയന വർഷത്തിൽ വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതമായ സ്കൂൾ അന്തരീക്ഷം ഒരുക്കുക എന്നിവയ്ക്കായിരിക്കും ആദ്യഘട്ടത്തിൽ പ്രഥമ പരിഗണന നൽകുകയെന്നും അദ്ദേഹം ന്യൂസ് സ്റ്റാർ ന്യൂസിനോട് പറഞ്ഞു. ലോകമറിയുന്ന ഒരു ടൂറിസം ഭൂപടത്തിൽ ലോകമറിയുന്ന ഒരു പ്രദേശമാണ് ആലപ്പുഴ. അതുപോലെ തന്നെ ഈ പറഞ്ഞ പരമ്പരാഗത ഈ കയറുൾപ്പെടെയുള്ള വ്യവസായങ്ങൾ ഈ ജില്ലയിലുള്ളതാണ്. നമ്മൾ ഏതാണ്ട് 80 കിലോമീറ്ററോളം നമുക്ക് വാട്ടർ ഫ്രണ്ടേജ് ഉണ്ട്, അതായത് തീരദേശമുണ്ട്. അപ്പൊ ആ തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും എല്ലാ ഈ പറഞ്ഞ ഇൻഫ്രാസ്ട്രക്ചറും ആവശ്യമുള്ള ഒരു ജില്ലയിലാണ് ഞാൻ ചാർജ് എടുക്കുന്നത് എന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ട്. ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് തീർച്ചയായിട്ടും എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും കോർത്തിണക്കിക്കൊണ്ട് ഉള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ ഉള്ള എല്ലാ നടപടികളും സ്വീകരിക്കും. കൂടാതെ നമ്മുടെ സാധാരണ ആൾക്കാർക്ക് ഇവിടെ ബന്ധപ്പെടാനും അത് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നടപടികൾ ഇവിടെ സുഗമമായി നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അത് കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള തീർച്ചയായിട്ടും ഒരു പ്രയോറിറ്റി അതിനും കൊടുക്കും. ഇപ്പൊ നിലവിൽ ഈ വന്ന് ജോയിൻ ചെയ്യുന്ന സമയത്തുള്ള ഒരു പ്രയോറിറ്റി ചോദിച്ചാൽ ഇവിടെ നമ്മുടെ മഴക്കാലം വരുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ മുന്നൊരുക്കങ്ങൾക്ക് ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. ആലപ്പുഴയിൽ വൻ മയക്കുമരുന്ന് വേട്ട. വ്യാവസായിക അളവിൽ രാസലഹരിയുമായി 2 യുവാക്കളാണ് പിടിയിലായത്. ആലപ്പുഴ ആറാട്ടുപടി സ്വദേശികളായ അൻഷാദ്, അർഷാദ് എന്നിവരാണ് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിന്റെ പ്രത്യേക പരിശോധനയിൽ പിടിയിലായത്. ആലപ്പുഴ ജില്ലയിൽ എക്സൈസ് എൻഫോഴ്സ്മെന്റ് വിഭാഗം നടത്തിയ പ്രത്യേക പരിശോധനയിൽ വ്യാവസായിക അളവിൽ മെത്താഫെറ്റമിനുമായി 2 യുവാക്കൾ പിടിയിലായി. ജില്ലയിൽ എക്സൈസ് പിടികൂടുന്ന ഏറ്റവും വലിയ മെത്താഫെറ്റമിൻ കേസായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. ആലപ്പുഴ ആറാട്ടുപടി ഭാഗത്ത് നടത്തിയ പരിശോധനയിലാണ് പ്രതികളായ അൻഷാദ്, അർഷാദ് എന്നിവർ എക്സൈസ് പിടിയിലായത്. ആറാട്ടുപടി വിശാൽ മാർട്ടിന്റെ എതിർവശത്ത് അൻഷാദ് താമസിച്ചിരുന്ന വാടക വീട്ടിൽ നിന്നാണ് ഏകദേശം 150 ഗ്രാം മെത്താഫെറ്റാമിൻ കണ്ടെത്തിയത്. ലഹരി വിൽപ്പനയിൽ നിന്ന് ലഭിച്ച 4,64,020 രൂപയും എക്സൈസ് സംഘം പിടിച്ചെടുത്തിട്ടുണ്ട്. പിടിച്ചെടുത്ത ലഹരി വസ്തുവിന് ലക്ഷക്കണക്കിന് രൂപ മാർക്കറ്റിൽ വില വരുമെന്നും അധികൃതർ പറഞ്ഞു. പരിശോധനയ്ക്കിടെ പ്രതികളുടെ പക്കൽ നിന്നും മഴു, എസ്കത്തി എന്നിവയും കണ്ടെടുത്തിട്ടുണ്ട്. ലഹരി വിൽപ്പനയും വിതരണവും നടത്തുന്നതിനോടൊപ്പം ആക്രമണ സാധ്യതയും മുൻകൂട്ടി കണക്കിലെടുത്താണ് പ്രതികൾ ആയുധങ്ങൾ കൈവശം വച്ചതെന്നാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത്.
ഇതുമായി ബന്ധപ്പെട്ടും കൂടുതൽ അന്വേഷണം പുരോഗമിക്കുന്നു. സ്കൂൾ തുറക്കുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് ലഹരി ശൃംഖല സജീവമാകുന്നുവെന്ന വിവരത്തെ തുടർന്ന് എക്സൈസ് ശക്തമാക്കിയ പരിശോധനയുടെ ഭാഗമായിട്ടാണ് പ്രത്യേക പരിശോധനയിൽ പ്രതികളെ പിടികൂടിയത്. പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതികളെ ബലപ്രയോഗത്തിലൂടെയാണ് എക്സൈസ് സംഘം കീഴടക്കിയത്. പ്രതി അൻഷാദ് മുൻപും സമാന ലഹരി കേസുകളിലും നിരവധി ക്രിമിനൽ കേസുകളിലും ഉൾപ്പെട്ടയാളാണെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികൾ പിടിയിലാകാനുണ്ടെന്നും ജില്ലയ്ക്ക് പുറത്തേക്കും അന്വേഷണം വ്യാപിച്ചതായും എക്സൈസ് അധികൃതർ അറിയിച്ചു. ടീമുമായിട്ട് നടത്തിയൊരു പെട്രോളിങ്ങില് അൻഷാദ്, അർഷാദ് ഇവര് രണ്ടുപേരും വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ നിന്ന് 149.732 ഗ്രാം മെത്താംഫെറ്റമിനും 4,64,000 രൂപയും പിന്നെ ഒരു വെപ്പൺ, ഒരു മെഴു, ഈ ടൈപ്പ് ഒരു വെപ്പണും ആണ് നമ്മൾ സീസ് ചെയ്തിരിക്കുന്നത്. ഇതില് ഈ അർഷാദ് എന്ന് പറയുന്ന ആള്, അൻഷാദ് എന്ന് പറയുന്ന A1, അദ്ദേഹം 4 കേസുകളിലെ പ്രതിയാണ്. 3 കേസുകൾ ഈ സ്വർണം പൊട്ടിക്കുന്ന കേസ് ആണ്. അതുപോലെ തന്നെ 2021 ആലപ്പുഴ എക്സൈസ് ഓഫീസിൽ തന്നെ റേഞ്ച് ഓഫീസിൽ 8 ഗ്രാം MDMA ആയിട്ടൊരു കേസിലെ പ്രതിയാണ്. 2022 ആലപ്പുഴ നോർത്ത് PSൽ ഒരു MDMA കേസുണ്ട് എന്നാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത്. പാലക്കാട് ടൗൺ PSൽ 2025, അതുപോലെ തന്നെ കോയമ്പത്തൂരിൽ 2023 ചാവടി സ്റ്റേഷനിലും. ആലപ്പുഴ എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ A. സെബാസ്റ്റ്യന്റെ നേതൃത്വത്തിലായിരുന്നു പ്രത്യേക പരിശോധന. റെയ്ഡിൽ എക്സൈസ് ഇൻസ്പെക്ടർ CP ദിലീപ്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് മുഹമ്മദ് സുധീർ, പ്രിവന്റീവ് ഓഫീസർ P. അനിലാൽ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ S. സുലേഖ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ MR റനീഷ്, സനൽ സിബിരാജ്, സാജൻ ജോസഫ്, അരുൺ അശോക്, ജോസഫ് തോമസ് എന്നിവരും റെയ്ഡിൽ പങ്കെടുത്തു. സ്കൂൾ തുറക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സ്കൂൾ പരിസരത്തെ നടപ്പാലത്തിന്റെ അപകടസ്ഥിതി പരിഹരിക്കാനോ പാലത്തിലേക്ക് കടപുഴകി വീണിട്ടുള്ള തേക്കുമരം മുറിച്ചു മാറ്റാനോ അധികൃതർ തയ്യാറാകാത്തതിൽ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാകുന്നു. ആലപ്പുഴ കണ്ണൻവർക്കി പാലത്തിന് കിഴക്ക് വശമുള്ള നടപ്പാലത്തിലാണ് കഴിഞ്ഞ 1 വർഷത്തിലധികമായി ഇത്തരത്തിൽ തേക്കുമരം നാട്ടുകാർക്കും ഇതുവഴി സ്കൂൾ കുട്ടികളുമായി സഞ്ചരിക്കുന്ന രക്ഷകർത്താക്കൾക്കും തലവേദനയായി മാറിയിട്ട്. എന്നാൽ 1 വർഷം കഴിഞ്ഞിട്ടും മരം വീണ് തകർന്ന പാലത്തിന്റെ കൈവരി പുനർനിർമ്മിക്കാനോ പാലത്തിലേക്ക് പതിച്ച തേക്കുമരം വെട്ടിമാറ്റാനോ ബന്ധപ്പെട്ട അധികൃതർ നാളിതുവരെ തയ്യാറാകാത്തതിലാണ് നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാകുന്നത്. ദേശീയപാതയുടെ ഭാഗമായിട്ടുള്ള കണ്ണൻവർക്കി പാലത്തിലൂടെ ആയിരക്കണക്കിന് വാഹനങ്ങളാണ് നിത്യേനെ കടന്നുപോകുന്നത്. ഈ സമയം പ്രദേശത്തെ സ്കൂളുകളിലേക്കും ബാങ്കുകളടക്കം നിരവധി സർക്കാർ സ്ഥാപനങ്ങളിലേക്കും കാൽനടയായി സഞ്ചരിക്കാൻ ഏറെ ആശ്രയിക്കുന്ന നടപ്പാലമാണിപ്പോൾ കൈവരി തകർന്നും പാലത്തിലേക്ക് മരം കടപുഴകി വീണും കാട് പിടിച്ചും ശോചനീയാവസ്ഥയിലായിരിക്കുന്നത്. ഇതുവഴി സ്കൂൾ കുട്ടികളുമായി യാത്ര ചെയ്യുന്ന രക്ഷകർത്താക്കൾ തങ്ങൾ ഏതു സമയത്തും അപായത്തിൽപ്പെട്ടേക്കാം എന്ന പേടിയോടെയാണ് യാത്ര ചെയ്യുന്നതും. സ്കൂൾ തുറക്കാൻ കേവല ദിവസം മാത്രമാണ് ഇനി ബാക്കിയുള്ളതെന്നതിരിക്കെ ബന്ധപ്പെട്ട അധികൃതർ ഇടപെട്ട് നടപ്പാലത്തിന്റെ ശോചനാവസ്ഥയ്ക്ക് അടിയന്തര പരിഹാരം കാണണമെന്ന ആവശ്യവും ഇപ്പോൾ ഒരേപോലെ ശക്തമാകുന്നുണ്ട്. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. AD തോമസ് MLAയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസും ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപിൽ തങ്ങൾക്കേറ്റ മർദ്ദനവുമായി ബന്ധപ്പെട്ട മൊഴി രേഖപ്പെടുത്തി. രക്ഷാപ്രവർത്തനമെന്ന പേരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതച്ചതുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ മൊഴി നൽകാൻ AD തോമസ് MLAയും അജയ് ജുവൽ കുര്യാക്കോസും ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി മൊഴി നൽകി. ഗൗരവത്തോടെയാണ് ഞങ്ങൾ നോക്കിക്കാണുന്നത്. ഈ വിഷയത്തിൽ SITയുടെ അന്വേഷണ റിപ്പോർട്ട് 2-3 ദിവസത്തിനുള്ളിൽ നൽകുമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ കുറ്റകൃത്യം ചെയ്ത ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയുടെ ഗൺമാനും
അതുപോലെ തന്നെ സന്ദീപ് അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടി സ്വാഭാവികമായി വരും. പക്ഷേ അതിനേക്കാൾ ഗുരുതരമായ ഒരു കാര്യമാണ് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ റിപ്പോർട്ട്. അത് വിളിച്ചു വരുത്തി ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അത് തിരുത്താൻ നിർബന്ധിക്കുകയും അത് തിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ആ ഉദ്യോഗസ്ഥനെതിരെ കൂടിയുള്ള നടപടി ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ രണ്ടുപേരും ആഗ്രഹിക്കുന്നത്. കൃത്യമായി അനിൽകുമാറിന്റെയും സന്ദീപിന്റെ നേതൃത്വത്തിലുള്ള ആൾക്കാർ കാണിച്ചത് അവരുടെ ഡ്യൂട്ടി അല്ല എന്ന് ഞങ്ങൾ ആദ്യം മുതൽക്കേ പറയുന്ന ഒരു കാര്യമാണ്. ഇവർ ഈ വിഷയത്തിൽ ഒരു തിരുത്ത് നടത്തി അല്ലെങ്കിൽ ഇവർ സുതാര്യമായ ഒരു അന്വേഷണം നടത്താതിരുന്നതിന്റെ കാരണം മുകളിൽ നിന്നുള്ള ഇടപെടൽ തന്നെയാണ്. അതിൽ ആദ്യം മുതൽക്കേ ഈ ചൈത്ര മാഡം ഒരു പോസിറ്റീവായ റിപ്പോർട്ട് കൊടുത്തു എന്നൊരു പരക്കെയൊരു വാർത്തകൾ ഇവിടെ ഈ ആലപ്പുഴയുള്ളവർ. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കെ നടത്തിയ നവകേരള യാത്രക്കിടെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സംഘം മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ടുള്ള കേസിന്റെ പുനരന്വേഷണ സംഘത്തിന് മുൻപാകെയാണ് അന്ന് മർദ്ദനം ഏറ്റുവാങ്ങിയ ഇന്നത്തെ ആലപ്പുഴ MLA കൂടിയായ AD തോമസും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസും മൊഴി നൽകിയത്. മൊഴിയുടെ അടിസ്ഥാനത്തിൽ അകമ്പടി സേനയിലെ 3 പേരെ കൂടി പ്രതിയാക്കി പ്രത്യേക അന്വേഷണ സംഘം അമ്പലപ്പുഴ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ടും സമർപ്പിച്ചിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാനായ അനിൽകുമാർ, സുരക്ഷാ ജീവനക്കാരൻ S. സന്ദീപ് എന്നിവർ മാത്രമായിരുന്നു നേരത്തെ പ്രതികളായിട്ടുണ്ടായിരുന്നത്. ഇതോടെ ഇവരെ കൂടാതെ ഷൈജു, അരുൺ, വിപിൻ എന്നിവരെ കൂടി പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയാണ് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ പുതിയ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലയുടെ പുതിയ കളക്ടറായി ഷാജി V. നായർ ചുമതലയേറ്റു. 2018 ബാച്ചിൽ നിന്നുള്ള IAS ഉദ്യോഗസ്ഥരാണ് 60ാമത് ആലപ്പുഴ ജില്ലാ കളക്ടറായി തിങ്കളാഴ്ച ചുമതലയേറ്റത്. ആലപ്പുഴയിൽ വൻ മയക്കുമരുന്ന് വേട്ട. വ്യാവസായിക അളവിൽ രാസലഹരിയുമായി 2 യുവാക്കൾ പിടിയിൽ. ആലപ്പുഴ ആറാട്ടുപടി സ്വദേശികളായ അൻഷാദ്, അർഷാദ് എന്നിവരാണ് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിന്റെ പ്രത്യേക പരിശോധനയിൽ പിടിയിലായത്. സ്കൂൾ തുറക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സ്കൂൾ പരിസരത്തെ നടപ്പാലത്തിന്റെ അപകടസ്ഥിതി പരിഹരിക്കാനോ പാലത്തിലേക്ക് കടപുഴകി വീണിട്ടുള്ള തേക്കുമരം മുറിച്ചു മാറ്റാനോ അധികൃതർ തയ്യാറാകാത്തതിൽ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാകുന്നു. AD തോമസ് MLAയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസും ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപിൽ തങ്ങൾക്കേറ്റ മർദ്ദനവുമായി ബന്ധപ്പെട്ട മൊഴി നൽകി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.